എല്ലാവർക്കും മംസ് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതലാണല്ലോ അല്ലേ. ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു സംഗതിയാണ് ഓണം എന്ന് പറഞ്ഞാൽ. കുടുംബാംഗങ്ങളും കൂട്ടുകാരും വീട്ടുകാരൊക്കെ കൂടിയിട്ടുള്ള ഒരു രസകരമായ ഒരു ഇതാണ് ഓണ ദിവസങ്ങൾ. 3-4 ദിവസങ്ങൾ കഴിഞ്ഞു പോയത് തന്നെ നമുക്ക് അറിയാത്ത വിധത്തിലുള്ളൊരു ഇതാണ്. അത്രയും രസമുള്ള ഒരു ദിവസങ്ങളാണ്. എല്ലാവരുടെ വീട്ടിലും ഒരേ തരത്തിലുള്ള കറികളാവും ഉണ്ടാവുക. അതാണ് ഈ ഓണത്തിൻ്റെ പ്രത്യേകത. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പല പല കറികളാവും ഓരോ വീട്ടിലുണ്ടാവുക. ഈ ഓണത്തിൻ്റെ ദിവസം എല്ലാ വീട്ടിലും ഒരേ തരത്തിലുള്ള കറികൾ, ഒരേ രീതിയിലുള്ള ദിനചര്യകളും ആവും ഉണ്ടാവുക. അപ്പോൾ തിരുവോണ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അന്ന് തൃക്കാക്കരപ്പനെയൊക്കെ വെച്ചു രാവിലെ. അപ്പോൾ ഏട്ടനും ചെറിയ മോനും കൂടിയാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തത്. രാവിലെ കുളിച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് തൃക്കാക്കരപ്പനെയൊക്കെ വെച്ചു. എല്ലാ കുറി ഞാനാണ് വെക്കാറ്. ഇക്കുറി ഏട്ടനെ ഏൽപ്പിച്ചു. അവരും ഒക്കെ ചെയ്ത് പഠിക്കട്ടെ. എല്ലാ കുറിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്കൊരു കാര്യം അറിയില്ലല്ലോ. കുട്ടികളാണെങ്കിലും അവരെയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അടുത്തൊരു തലമുറയ്ക്ക് ഇത് കൈമാറി വരികയാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അവരിലൂടെ നമ്മൾ ചെയ്ത് കാട്ടിക്കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞാൽ അവരിതൊക്കെ ചെയ്ത് ചെയ്യാൻ അവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. പിന്നെ അന്ന് ഉപ്പുമാവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അടയൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാ കുറി അടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇക്കുറി അടയൊന്നും ഉണ്ടാക്കിയില്ല. അമ്മ അവിടെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ സേമിയത്തിൻ്റെ പായസമായിരുന്നു അന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ തിരുവോണത്തിൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. പുളിയിഞ്ചി എല്ലാ സംഗതി ഉണ്ടായിരുന്നു തലേന്ന്. പിന്നെ മത്തൻ കൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പേരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം ഞങ്ങൾ അമ്മേൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോന്നു. അപ്പോൾ അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് വ്ളോഗ് എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനും ഒക്കെ ഉള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അന്ന് അവിട്ടത്തിൻ്റെ അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ വിഭവങ്ങളാണ്. മീൻകറി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങളൊക്കെയാണല്ലോ അന്നത്തെ ദിവസം. അവിട്ടത്തിൻ്റെ അന്ന് അതാണല്ലോ ഉണ്ടാക്കുക. പിന്നെ തലേന്നത്തെ കാളനും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ തൃക്കാക്കരപ്പനും പൂവിടലൊക്കെയാണത്. അപ്പം എല്ലാവരും വൈകുന്നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം പൂരാടത്തിൻ്റെ അന്ന് എൻ്റെ തറവാട്ടിലാണ് ഓണാഘോഷിച്ചത്. അപ്പം അവിടെ എല്ലാ വിഭവങ്ങളൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഇനി അടുത്ത നല്ലൊരു ഓണത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.